ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിൾ ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ള് മഴയാണ്. പക്ഷെ നല്ല വൈബാണ് ഈ കാലാവസ്ഥ. അപ്പോൾ നമ്മളെ സൈക്കിൾ ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ സൈക്കിളിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഗിയർ ഭയങ്കര ജാമും ബെൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഡിറൈലറിന് ബെൻഡ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, അറിയാൻ വയ്യ. അതുകൊണ്ട് കാണിച്ചത് പറ്റുമെങ്കിൽ ശരിയാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ബ്രഷ് എടുക്കാം. നല്ല മഴയാണ് കേട്ടോ. പിന്നെ നമുക്കിതാ ഒരു തുണി എടുക്കാം സൈക്കിൾ ഉടക്കാൻ. കുറച്ച് ഗ്രീസൊക്കെ ഉണ്ട് ഇതിനകത്ത്, അത് നോക്കണ്ട. പിന്നെ പോയി 2 പല്ല് തേക്കുന്ന ബ്രഷ് എടുക്കാം. ഇപ്പോൾ 3 ഉണ്ട്. പിന്നെ ഒരു ചെറിയ കസേര എടുക്കാം. എടുക്കുമ്പോൾ ഇങ്ങോട്ടിടാം. സൈക്കിൾ നമ്മളിതാ എടുത്ത് ചരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ജസ്റ്റ് വെള്ളം ഒഴിച്ച് പയ്യെ ഒന്ന് കഴുകാം. ഓവർ ഫോഴ്സിന് അടിക്കരുത്. അങ്ങനെ അടിച്ച് നമ്മളാ ക്രാങ്കിൻ്റെ ഇടയിലും കെസറ്റിൻ്റെ ഇടയിലൊക്കെ വെള്ളം കയറിയിട്ട് അതിൻ്റെ ഗ്രീസൊക്കെ മൊത്തം പോവും. അങ്ങനെ ഫുള്ള് പണിയാവും. അതുകൊണ്ട് ഓവർ ഫോഴ്സിന് അടിക്കരുത്. പയ്യെ ഒന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കൊളുത്തിയിടാൻ വേണ്ടി, അങ്ങനെയൊക്കെ പറയാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചായിരുന്നു. എന്നാലും ഫുള്ള് മഴയാണ്, മഴയത്താണ് മൊത്തം ഓടിച്ചത്. ഈ ലൈറ്റൊക്കെ അങ്ങ് ഊരി വയ്ക്കാം. ലൈറ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റും കൂടെ അങ്ങ് ഊരിയെടുക്കാം. ഇത് ഊരിയെടുക്കാൻ ശ്രദ്ധിക്കണം, ഇത് സ്ട്രാപ്പാണ്. നമുക്ക് ബേക്കിൽ ഒരു ചെറിയൊരു ബ്ലിങ്കറും കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ അങ്ങ് ഊരാം. അത് റബ്ബറൊക്കെ ഇട്ടാ വെച്ചേക്കുന്ന, അതും അങ്ങനെ ഊരി എടുത്തിട്ടുണ്ട്. ഈ സാധനത്തിന്റെ സ്ട്രാപ്പ് പൊട്ടിപ്പോയോണ്ട് ഇപ്പൊ റബ്ബറൊക്കെ ഇട്ടാ വെച്ചേക്കുന്നു. ചെളിയൊക്കെ നമ്മൾ സൈക്കിൾ എടുത്ത് തിരിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, നമുക്ക് ഈ സീറ്റ് ഇടുന്നോണ്ട് ചെയ്യാൻ ഇവിടം വരെ ഉള്ളു കാർ പോർച്ച്, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് മഴ പെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സാധനം എടുത്തിട്ട് പയ്യൊന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളയാം. ഞാനിപ്പോൾ എൻ്റെ ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളൊന്നും കാണത്തില്ല, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വരാം. പിന്നെ നമ്മൾ സോപ്പും വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം അതൊക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. നല്ല ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങിപ്പോയാൽ നല്ലൊരു ഗ്രീസൊക്കെ ഇളവും. ബട്ട് ഇതിൻ്റെ അകത്ത് പോയാൽ ഇതിൻ്റെ അകത്തുള്ള ഗ്രീസ് പോവും. വണ്ടി കറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് തേയ്മാനം വരും. അങ്ങനെ കസറ്റ് ഫുള്ള് പോവും. എൻ്റെ പഴയ സൈക്കിളിലെ ഫ്രീ വീൽ അങ്ങനെയാണ് പോയത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മളിതാ ബ്രഷ് വെച്ചതാ ഇതേപോലെ ഈ റബ്ബർ ബാൻഡ് ഇട്ട് 2 ബ്രഷ് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ചെയിൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു വളരെ കുറച്ചൊരു കെറോസിൻ എടുത്തിട്ട് ഇവിടെ വെച്ച് തേക്കരുത്, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെയിൻ ഫുള്ള് കറക്കി ഒരു 30-40 റൗണ്ട്സ് ഫുള്ള് കറക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. ഓവർ ഫോഴ്സിനടിക്കല്, ഫോഴ്സിനടിച്ച ചെയിൻ ഫുള്ളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം.
അങ്ങനെ നമ്മളെ ചെയിൻ ഫുള്ള് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു തുണിയുണ്ട്, ഫുള്ള് ആ ചെയിനും കാസറ്റും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്, തുടച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ഫുള്ളങ്ങ് തുടച്ചെടുക്കാം. നമ്മൾ ഈ ബേക്ക് ഡിറൈലർ തുടച്ചിട്ടുണ്ട്, ഫ്രണ്ട് ഡിറൈലർ തുടച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡിറൈലറിനാണ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ള, ബെൻഡോ അങ്ങനെ എന്തോ കണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. അതോ ട്യൂണിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഫുള്ളങ്ങ് തുടച്ചെടുക്കാം. ഫുള്ള് അഴുക്കാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചെളി വന്നിട്ട് ചെളിയും മണ്ണും കൂടെ ഇവിടെയൊക്കെ ഇരിക്കുമായിരിക്കും. അത് നമ്മളിട്ട് ഉരയ്ക്കരുത്, പയ്യെ അങ്ങ് തുടച്ചങ്ങ് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തുടച്ചെടുക്കുക. ഉരച്ചാൽ നമ്മളെ ബോഡിയിൽ സ്ക്രാച്ച് വീഴും. എന്നാണ്ട് ഇപ്പം തന്നെ ചെറിയ 2 സ്ക്രാച്ച് ഇത് വാങ്ങിച്ചപ്പോഴേ ഉണ്ടായിരുന്നു, ഇതിനെ ശ്രദ്ധിച്ചില്ല. ഇത് അവിടെ വാങ്ങിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. ഇത് പിന്നെ എൻ്റെ ഈ ഒരു തൂണിലോട്ട് ചാരി അങ്ങ് പോയി, അതായത് ചരിഞ്ഞങ്ങ് പോയി. അപ്പോൾ അവിടെ കയറി കൊണ്ടപ്പോൾ ഒന്നൊരു സ്ക്രാച്ചാണ്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ വലിയ സ്ക്രാച്ചൊന്നും ഇല്ല. പിന്നെ ഈ സാധനത്തിൽ സ്ക്രാച്ച് എല്ലാവർക്കും വരും, എൻ്റെ കയ്യിൽ അത്രത്തോളം ഇല്ല. എന്നാലും ഇത് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അതായത് ഇവിടെ നീ മണ്ണും ചെളിയൊക്കെ അടിച്ചേറി ഇവിടെ ഇരിക്കും. അപ്പം നമ്മൾ ഉടനെ ഇത് ലൂസാക്കിയിട്ട് താക്കുമ്പോൾ ഇവിടെ ഫുള്ള് ഒരഞ്ഞ് ഇവിടുത്തെ ചെളി കാരണം ഒരഞ്ഞു പോകും. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബ്രഷ് എടുക്കുക, ചെറിയൊരു പെയിൻറ്റ് ബ്രഷ്. എന്നിട്ട് ഇവിടെ മണ്ണും ചെളിയും നമ്മൾ ഈ മഴ അല്ലാത്ത സമയത്ത് ഓടിക്കുമ്പം ചെളിയല്ല ഇല്ല പൊടി മണ്ണും ഒക്കെ കയറിയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ട് ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ആ ചെളി അങ്ങ് പോകും. എന്നിട്ട് നമ്മൾ ഉടനെ സീറ്റ് താക്കരുത്, ഒന്ന് പൊക്കണം. ഒന്ന് പൊക്കിയിട്ട് ഇവിടെ ഫുള്ള് തുടച്ച് പറ്റുമെങ്കിൽ ഇത് ഇളക്കിയെടുത്തിട്ട് ഫുള്ള് അകം തുടച്ചെടുക്കണം. നമ്മൾ ഉടനെ നമ്മൾ ഈ ഭാഗം മൊത്തം ചെളിയാവും. അതിന് നല്ലത് നമ്മൾ പൊക്കി എടുത്തതിന് ശേഷം ഫുള്ള് കഴുകിയിട്ട് എടുത്ത് താത്ത് വയ്ക്കുന്നതാണ്. ബോഡി ഫുള്ളങ്ങ് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സസ്പെൻഷന് ഫുള്ളെല്ലാം തുടയ്ക്കുക. അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് തുടച്ച് കഴിയാറായി ഏകദേശം. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഗ്രിപ്പ് ഊരിയിട്ട് ഇവിടെ ഫുള്ള് തുടച്ചിട്ടുണ്ട്. ഇവിടെ മോയ്സ്ചർ പോലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഫുള്ള് നമ്മൾ തുടച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഫുള്ള് തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട്. വണ്ടി ഫുള്ള് നീറ്റായി കഴുകി തുടച്ച് ഡിസ്കും വീലും ഉൾപ്പെടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാ സാധനവും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടി ഉൾപ്പെടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പെറ്റൽ മാത്രം നമ്മൾ ക്ലീൻ ചെയ്യില്ല, കാരണം അത് നമ്മൾ ചവിട്ടാൻ ചെളിയാവും. കണ്ടോ, പെറ്റൽ മാത്രം നമ്മൾ ഹാൻഡ് ഗ്രിപ്പ് വരെ ഒരു ക്ലീൻ ചെയ്തിട്ട് ഇനി ഹാൻഡ് ഗ്രിപ്പ് തിരിച്ചെടുത്തിടാം. അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്തെന്ന് പറഞ്ഞതാ ഇതുണ്ടോ, ഇത്രയും ടൈറ്റാണിത്. ഇത് നമ്മളെ പഴയ വണ്ടിയുടെ ഷിഫ്റ്റർ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പഴയ വണ്ടി, ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ചവിട്ടിയാലും നമ്മളെ വീല് കറങ്ങൂല, നമ്മളെ ഫ്രീ വീല് മാത്രമേ കറങ്ങൂ. അതിൻ്റെ അകത്തെ സാധനങ്ങൾ മൊത്തം തേയ്മാനം വന്ന് അത് പോയിട്ടുണ്ട്. നമ്മളെ ഷിഫ്റ്റർ ഇനി ഒന്ന് കാണിച്ചു തരാം. 7ാമത്തെ ഗിയറിലെ ബേക്ക് കിടക്കുന്ന ഫ്രണ്ട് കാണിച്ചു തരാം. കണ്ടോ, സ്മൂത്ത് കണ്ടോ, ഇത്രയും സ്മൂത്താ. പിന്നെ ഇവിടുത്തെ ഒരു സ്ക്രൂ പോയിന്റ് ഇവിടെ ജസ്റ്റ് തുറന്നിരിക്കുന്നുണ്ട്, കണ്ടോ, ഇത്രയും സ്മൂത്താണ് സാധനം. ബട്ട് നമ്മളെ പുതിയ വണ്ടി നല്ല സ്മൂത്തായിരുന്നു. ബട്ട് ഇടയ്ക്ക് ഒരു ദിവസം വെച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പം ഈ സാധനത്തിന് എന്തോ ഒരു ടക്കുന്നൊരു സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പം ഇത് കിടന്ന് ലൂസായി കിടക്കായിരുന്നു. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ലൂസായിരുന്നു. സംഭവം ലൂസാവും, ബട്ട് ലൂസായിട്ട് ഞാനിട്ട് ചവിട്ടി ബെൻഡ് എന്തെങ്കിലും വന്നു. പക്ഷേ ഷിഫ്റ്റിങ് ഇപ്പോൾ വർക്കാവുന്നില്ല. ബാരൽ അഡ്ജസ്റ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, ഷിഫ്റ്റിങ് വർക്കാവുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ.
നല്ല സ്മൂത്ത് ഷിഫ്റ്ററൊക്കെ സാധനം ഹൈ ക്വാളിറ്റിയാണ്. ഷിമാനോയുടെ ഷിഫ്റ്റർ. ടൂർണിയുടെ അത്യാവശ്യം നല്ലൊരു ഡിറൈലറാണ് ടൂർണിയുടെ. അപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ സൈക്കിളിൻ്റെ ഇനി നമുക്ക് കുറച്ച് ലൂബ്രിക്കൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് ലൂബ്രിക്കൻ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചവിട്ടിയൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള മഴ തോരുമെങ്കിൽ നമുക്ക് വിചാരിക്കുന്നു. ശരിയാക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ കംപ്ലൈൻറ്റ് വരുന്നത് വരെ ബൈ. ഇഷ്യൂ ആണ്. അപ്പം അതൊന്ന് പറ്റുമെങ്കിൽ ശരിയാക്കാം.